إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോകേണ്ടവരാണ് മനുഷ്യരെല്ലാവരും. അതിലെ ഒരു പ്രധാന സന്ദർഭത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത്, മരണത്തെക്കുറിച്ച്. മരണം വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് അതിന്റെ എത്രയോ വലിയ പ്രതിസന്ധിയാണ്. മരണം മാത്രമല്ല, ഒരു മനുഷ്യന് അങ്ങനെ നേരിടേണ്ട ക്രൈസിസ്, അതിനപ്പുറം ഖബറും വിചാരണയും മഹ്ശറും അവിടെ നിൽക്കുന്ന നിൽപ്പും എല്ലാം നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട വലിയ പ്രതിസന്ധികളിൽപ്പെട്ട പ്രതിസന്ധികളാണ്. അതിലെ പ്രവാചക ചര്യയിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ കാണുന്ന ഒരു സംഗതിയാണ് സിറാത്ത്. നമ്മൾ സാധാരണ സിറാത്ത് പാലം എന്ന് പറയാറുണ്ട്. ഞാനും നിങ്ങളും നേരിടേണ്ട പരലോകത്തെ അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഒരു സംവിധാനം. അതെങ്ങനെയാണ്? അതിന്റെ രൂപം എന്താണ്? ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പരിമിതമായ അറിവ് മാത്രമാണുള്ളത്. അത് നമ്മളാരും കണ്ടിട്ടില്ലാത്ത പരലോകത്ത് അല്ലാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളുകയും സംശയമില്ലാതെ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം. സംശയത്തിന്റെ ഒരു തരുമ്പമില്ലാതെ അതിൽ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനത്തെ ഒരു സന്ദർഭത്തെ നമുക്ക് നേരിടാനുള്ളത് കൊണ്ട് തന്നെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തുക. ഖുർആൻ ആ സംവിധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസ് സൂറത്തു ഹദീദിലെ 12-13 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണാം. യസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുന്നിൽ അവരുടെ വെളിച്ചം നിൽക്കുന്നത് കാണാം. ഇത് സിറാത്തുമായി ബന്ധപ്പെട്ട സന്ദർഭമാണ്. അത് നമുക്ക് തുടർന്ന് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. ജന്നാത്തുൻ തജ്രി
മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്വാരങ്ങളിൽ നദികളൊഴുകുന്ന അരുവികളൊഴുകുന്ന മനോഹരമായ ഏദൻ തോട്ടങ്ങൾ, ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗ്ഗത്തോപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനു ൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും ഖൈല ഇർജിഉ വറാഅക്കും. ആ സമയത്ത് മുനാഫിഖുകളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും വിശ്വാസികളോട് ആവശ്യപ്പെടും, നിങ്ങൾ നിൽക്കൂ, നുറൂന, ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ. നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾക്ക് ഇവിടെ വെളിച്ചമില്ല, ഞങ്ങൾ ഇരുട്ടിലാണ്, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്നൊരൽപ്പം വെളിച്ചം ഞങ്ങൾ എടുക്കട്ടെ. വിശ്വാസികൾ അവരോട് പറയും, ഖൈല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക, എന്നിട്ട് നിങ്ങളുടെ വെളിച്ചത്തെ നിങ്ങൾ തന്നെ അന്വേഷിക്കുക, നിങ്ങൾ തന്നെ വേറെ കണ്ടെത്തുക, ഞങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് തരാൻ സാധ്യമല്ല. എന്ത് വെളിച്ചത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? ഒന്നുകൂടി വ്യക്തതയോടുകൂടി അടുത്ത ഹദീസുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് സിറാത്തിന് മുകളിലെ ചർച്ചയും സൂറത്ത് ഹദീദിലെ 12-13 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു സിറാത്ത് പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ വളരെ വ്യക്തമായ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. അതിന്റെ സവിശേഷതകളെക്കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പ്രവാചകന്റെ ധാരാളം വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. مثل حد الموسى فتقول الملائكة من تجيز على هذا, ഒരു കത്തിയുടെ മോർച്ചയേക്കാൾ മോർച്ചയുള്ള സിറാത്ത് അല്ലാഹു പരലോകത്ത് സംവിധാനിക്കുന്നു. അപ്പൊ മലക്കുകൾ അത് കണ്ടിട്ട് ചോദിക്കാൻ അല്ലാഹുവിനോട്, മൻ തജീസു അലാ ഹാദാ, അല്ലാഹുവേ ഈ പാലം ആർക്കാണ് മുറിച്ചു കടക്കാൻ സാധിക്കുക? അല്ലാഹു പറയാണ്, അത്ര മൂർച്ചയേറിയ ഈ പാലത്തിലൂടെ മുറിച്ചു കടക്കാൻ, ഈ സിറാത്തിലൂടെ മുറിച്ചു കടക്കാൻ ഏതെങ്കിലും മനുഷ്യരുണ്ടാകുമോ? അതിന്റെ ആ രൂപം കണ്ട് മലക്കുകൾ അത്ഭുതത്തോടെ അല്ലാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹു അതിന് പറഞ്ഞ മറുപടി എന്താ? മൻശിഖ്തു മിൻ ഖൽഖി, എന്റെ സൃഷ്ടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച ചില ആളുകളുണ്ട്, അവർക്കിത് മുറിച്ചു കടക്കാൻ കഴിയുമെന്ന് മലക്കുകളെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മൽജിസ്റു യാ റസൂലല്ലാഹ് എന്ന് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. എന്താണ് പ്രവാചകരെ പാലം? അല്ലാഹുവിന്റെ റസൂൽ അതിനെ വിശദീകരിച്ചു കൊടുക്കുന്നു. യുളറബുസ് സിറാത്തു ബൈന ലഹറാനി ജഹന്നം, നരകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് സിറാത്ത്. അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ പറഞ്ഞു, യൂളഉ സിറാത്തു അലാ സവാഇ ജഹന്നം. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു സിറാത്ത് സ്ഥാപിക്കും. എന്നിട്ട് പറയണേ, മഹവത്തുൻ മസല്ല, അത് ആളുകളുടെ കാലുകൾ വഴുതിപ്പോകുന്ന ഒരു സ്വഭാവമാണ് അതിനുണ്ടാവുക. അലൈഹി കലാലീബു മിൻ നാരിൻ യുഖ്തഫു ബിഹാ, അതിലെ ചില കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾ അതിന്റെ താഴെയുള്ള നരകത്തിലേക്ക് അതിന് യോഗ്യരായ ആളുകളെ വലിച്ച് താഴേക്കിടുമെന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നു. അതിലെ ചില മുള്ളുകളെ കുറിച്ച് പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുന്നു, എന്താണ്? ലഹാ ശൗഖത്തുൻ ഉഖൈഫാ, അതിന് ചില മുള്ളുകളുണ്ട്. തകൂനു ബിനജ്ദ്, നജ്ദിൽ നമ്മൾ കാണുന്ന യുഖാലു ലഹ സഅദാൻ, സഅദാൻ എന്ന പേരിൽ നജ്ദിൽ നമ്മൾ കാണാറുള്ള കൂർത്തുമൂർത്ത് ചില മുള്ളുകൾ ആ സിറാത്തിലുണ്ടായിരിക്കും. മോർച്ചയുള്ളത് മാത്രമല്ല, അതിൽ ചില കൊളുത്തുകളുണ്ട്, അതിൽ ചില മുള്ളുകളുണ്ട്. അതിന്റെ മുകളിലൂടെ അതിനെ മറികടന്നു വേണം. യമുറുൽ മുഅ്മിനു അലൈഹാ കത്വർഫി വകൽ ബർഖി വകർരിഹി വക അജാബിദിൽ ഖൈലി വരികാബി ഫനാജിൽ മുസല്ലം വനാജിൽ മഖ്ദൂസ് വമഖ്ദൂസുൻ ഫീ നാരി ജഹന്നം ഹത്താ യമറു ആഖിറുഹും യസ്ഹബു സഹബാ. അതിൽ വിശ്വാസികൾ കടന്നു പോകുന്നത് പല പല വേഗതയിലായിരിക്കും. മിന്നലിന്റെ വേഗതയിലൂടെ അവർ കടന്നുപോകും. മിന്നലിന്റെ വേഗതയിൽ സിറാത്ത് മുറിച്ചു കടക്കുന്ന ആളുകൾ പരലോകത്തുണ്ടാകും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എങ്ങനെയാണത് സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. മിന്നൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ണിമ വെട്ടിമിഴിക്കുന്ന സമയം കൊണ്ട് മിന്നലുണ്ടാകുന്നത് പോലെ കണ്ണിമ വെട്ടിമിഴിക്കുന്ന സമയം കൊണ്ട്
സിറാത്ത് മുറിച്ചു കടക്കും ആളുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് മാത്രം അമലുകൾ അവരുടെ കൈകളിൽ ഉണ്ടാകും. അല ഖദ്രി അഅമാലിഹിം, മനുഷ്യരുടെ അമലുകൾക്കനുസരിച്ചാണ്. പ്രവാചകൻ പറഞ്ഞു വകർരിഹി, കാറ്റിന്റെ വേഗതയിൽ, വൽ ഖൈൽ, കുതിരകളുടെ വേഗതയിൽ ഒക്കെ സിറാത്ത് മുറിച്ചു കടക്കുന്ന ആളുകളുണ്ട്. അവസാനം ചില ആളുകൾ വരും, ഹത്താ യമുറ ആഖിറുഹും യുസ്ഹബു സഹബ, അവർ ഞെരങ്ങിയാണ് ആ സിറാത്ത് മുറിച്ചു കടക്കുക എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മുറിച്ചു കിടക്കുന്ന ആളുകളെ കുറിച്ചും നേരത്തെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വെളിച്ചത്തെക്കുറിച്ചും സിറാത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്ന ഒരു വാചകം കാണാം. അവിടെ വലിയ ഇരുട്ടായിരിക്കും. പരലോകത്ത് സിറാത്തിന്റെ സമീപം കൂരിരുട്ടായിരിക്കും, അതിശക്തമായ ഇരുട്ടായിരിക്കും. എന്നിട്ട് ഫയുഅതൂന നൂറഹും, അവർക്ക് സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആളുകൾക്ക് അലാ ഖദ്രി അഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വെളിച്ചമാണ് അല്ലാഹു കൊടുക്കുക. ഫമിൻഹും മയ്യുഅതാ നൂറുഹു മിസ്ലുൽ ജബൽ ബൈന യദൈഹി, ഒരു പർവ്വതത്തിന്റെ അത്ര വെളിച്ചം കിട്ടുന്ന ആളുകളുണ്ടാകും. ഒരു മലയോളം വെളിച്ചം സിറാത്തിന്റെ മുകളിൽ അല്ലാഹു ചില ആളുകൾക്ക് കൊടുക്കും. അത്രമേൽ സ്വാലിഹാത്തുകൾ, അമലുകൾ അവരുടെ കൈകളിലുണ്ട്. എന്നിട്ടോ പ്രവാചകൻ പിന്നെ പറഞ്ഞു, വമിൻഹും മയ്യുഅതാ നൂറുഹു മസലുൻ നഖ്ലതി ബിയമീനിഹി, ചില ആളുകൾക്ക് ഒരു ഈത്തപ്പന മരത്തിന്റെ അത്ര വെളിച്ചമാണ് നൽകപ്പെടുക. വേറെ ചില ആളുകൾക്ക് അവരുടെ അലാ ഇബ്ഹാമി ഖദമിഹി, കാലിന്റെ പെരുവിരലിനോളം വെളിച്ചമാണ് ചില ആളുകൾക്ക് കിട്ടുക. അത്ര അമലേ അവർക്കുള്ളൂ, അത്ര സൽക്കർമ്മങ്ങളെ അവർക്കുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരാണ്, അതൊന്നിങ്ങനെ തെളിഞ്ഞു കത്തും. കാൽപാദത്തിലെ പെരുവിരലിനോളം വെളിച്ചം നൽകപ്പെടുന്ന ആളുകൾക്ക് വെളിച്ചം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും, പിന്നെ അതൊന്ന് അണഞ്ഞു പോകും. അവർ ഒന്ന് തെളിയുമ്പോ കാരൽപ്പം എടുത്ത് മുന്നോട്ട് വെക്കും, പിന്നെ തണയുമ്പോ അവരവിടെ നിൽക്കും. വേറെ ഹദീസിൽ കാണാം, അവരുടെ വലതുകാൽ സിറാത്തിൽ നിന്ന് തെന്നിപ്പോകും, ഇടതുകാല് കൊണ്ടവർ തൂങ്ങി നിൽക്കും. വലതുകൈ പിടിവിട്ടുപോകും, ഇടതുകൈ കൊണ്ടവർ പിടിച്ചു നിൽക്കും. താഴെ കത്തിയാളുന്ന നരകമാണ്. ആ നരകത്തിന്റെ ചൂടേറ്റവരുടെ ശരീരങ്ങളുടെ പല ഭാഗങ്ങളിലും പൊള്ളലേൽക്കും. എന്നിട്ട് ഞെരങ്ങി ഒരൽപ്പം അമലവർക്ക് കൂടുതലുള്ളതുകൊണ്ട്, തിന്മയേക്കാൾ ഒരൽപ്പം നന്മ കൂടുതലുള്ളതുകൊണ്ട് അവർ പതുക്കെ സിറാത്ത് മുറിച്ചു കടന്നാൽ അതിലേക്ക് തിരിഞ്ഞു എന്ന് പറയും, തബാറകല്ലദീ നജ്ജാനി മിൻക, നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നീ എത്ര അനുഗ്രഹീതനാണ്. വേറെ റിവായത്തിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനി മിൻക, സിറാത്തേ നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹു ഉണ്ടല്ലോ, അവനാകുന്നു സർവസ്തുതിയുമെന്ന് ആളുകൾ പറയുന്നതാണ്. നോക്കു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ സമയത്ത് വെളിച്ചം നൽകപ്പെട്ട് വിശ്വാസികൾ അവരുടെ അമലുകൾക്കനുസരിച്ച് വെളിച്ചം നൽകപ്പെട്ട് ഇങ്ങനെ കടക്കുമ്പോ മുനാഫിഖുകളായ ആളുകൾ ഉണ്ടാകും. അവർ സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ കൂരിരുട്ടായിരിക്കും. ഒരൽപ്പം പോലും അവരുടെ മുന്നിൽ വെളിച്ചം ഉണ്ടാവുകയില്ല. അപ്പോഴാണ് അവർ വിശ്വാസികളോട് പറയുക, സൂറത്ത് ഹദീദിലെ 13-ാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ ഓതിയത്. വിശ്വാസികളോട് അവർ പറയാണ്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ നുറൂന, ഒന്ന് ഞങ്ങളെ നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചം ഒരൽപ്പം ഞങ്ങൾ എടുക്കട്ടെ എന്ന് ഈ വിശ്വാസികളോട് മുനാഫിഖുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവർക്കത് നൽകപ്പെടുകയില്ല. അവർ നരകത്തിലേക്ക് താഴേക്ക് സിറാത്തിൽ നിന്ന് വീണുപോകും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഭവമാണിത്. പക്ഷേ പലപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് അത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടാത്തത് കൊണ്ട്, ഞങ്ങളുടെ അക്കല് കൊണ്ട് ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് സിറാത്തൊന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ഹദീസുകളെയും ഈ ആയത്തുകളെയും നിഷേധിച്ചു കളയുന്ന ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ വിഷയത്തിലേക്ക് നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. ഖുർആനിന്റെ ഹദീസിന്റെ പരാമർശങ്ങളിൽ 1, 2, 3, 4, 5 ഹദീസുകളല്ല, നിരവധി ഹദീസുകളാണ് ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചില ആളുകൾ പറഞ്ഞെന്നറിയോ, ഖുർആൻ പറയുന്നത് 70 മുഴം ചങ്ങലകളിൽ ബന്ധിച്ച് അവരെ നരകത്തിലേക്ക് എറിയൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ തെറ്റു ചെയ്തവരെ, അവിശ്വാസികളെ നരകത്തിലേക്ക് എറിയാൻ പഠിപ്പിക്കുമ്പോ ഖുർആനിലില്ലാത്ത
ഒരു സിറാത്ത് എങ്ങനെയാണ് ഹദീസിൽ വന്നത് എന്ന് ഹദീസിനെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലേക്ക് വലിച്ചെറിയുന്നവരെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നത് അവിശ്വാസികളെ കുറിച്ചാണ്, മുസ്ലിമാകാത്തവരെ കുറിച്ചാണ്. സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് ആരാണ്? വിശ്വാസികളാണ്. വിശ്വാസികളാണ് സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുക. 3 തരം വിശ്വാസികൾ ഉണ്ടാകും. സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന 3 തരം വിശ്വാസികൾ ഉണ്ടാകും. ഒന്നാരാണ്? ഒന്ന് അമലുകൾ, നന്മകൾ തിന്മകളെക്കാൾ കൂടുതലുള്ളവർ. അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരല്പമെങ്കിലും അമല് കൂടുതലുണ്ടെങ്കിൽ ഞെരങ്ങിയാണെങ്കിലും അവൻ സിറാത്ത് മുറിച്ചു കടക്കും. രണ്ടാമത്തെ ആളുകളോ നന്മയേക്കാൾ തിന്മ കൂടുതലുള്ളവർ. അവരാണ് സിറാത്തിൽ നിന്ന് താഴേക്ക് വീഴുക, നരകത്തിലേക്ക് വീഴുക. മൂന്നാമത്തെ വിഭാഗം ആളുകൾ നന്മയും തിന്മയും സമമായ ആളുകളാണ്. അവരാണ് അഅറാഫ്, സ്വർഗ്ഗ നരകങ്ങൾക്കിടയിലുള്ള സ്ഥലമായ അഅറാഫിലേക്ക് മാറ്റി നിർത്തപ്പെടുക. വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തന്നു. ആ വിഷയം പരാമർശിക്കുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അഅറാഫിന് അഅറാഫ് എന്നുള്ള പേര് വന്നത് തന്നെ. എന്താ? നന്മയും തിന്മയും സമമായ വിശ്വാസികളെ അഅറാഫിലേക്ക് മാറ്റി നിർത്തുമെന്ന ആയത്തുകൾ അള്ളാഹു ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ആ സൂറത്തിന് ആ പേര് വന്നത് തന്നെ അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് പിന്നെ വരുന്നത് മുനാഫിഖുകളാണ്. മുനാഫിഖുകൾക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെളിച്ചം കിട്ടാതെ സിറാത്തിൽ നിന്ന് താഴേക്ക് വിടും. എന്നാൽ അവിശ്വാസികളെ, കാഫിറുകളെ, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിട്ട് നരകത്തിലേക്ക് എറിയുകയാണ് ചെയ്യുക. അവിശ്വാസികളെ നേരിട്ട് നരകത്തിലേക്ക് എറിയുന്ന ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സിറാത്തിനെ നിഷേധിക്കുന്ന പ്രവണതകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. സുഹൃത്തുക്കളെ, ആദ്യം സിറാത്ത് മുറിച്ചു കടക്കുന്നവരാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഫകാനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി വലാ യതകല്ലമു യൗമഇദിൻ ഇല്ല റുസുൽ വകലാമുർ റുസുൽ യൗമഇദിൻ അല്ലാഹുമ്മ സല്ലി അല്ലാഹുമ്മ സല്ലിം. പ്രവാചകന്മാരായിരിക്കും ആദ്യം സിറാത്ത് മുറിച്ചു കടക്കുന്നവർ. തന്റെ ഉമ്മത്തിലെ ഓരോ ആളുകളും പിന്നീട് സിറാത്ത് മുറിച്ചു കടക്കുമ്പോ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വേറെ ഒരാൾക്കും അവിടെ സംസാരമില്ല. പൂർണ്ണമായ നിശബ്ദതയാണ്, ഭീകരമായ നിശബ്ദതയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഭയമാണ്. ഈ സിറാത്ത് ഞാൻ മുറിച്ചു കടക്കുമോ? സിറാത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂറത്ത് മറിയമിലെ ആയത്ത്. ആ ആയത്ത് ഓതിയിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ദീർഘയാത്ര കഴിഞ്ഞു വന്ന് ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കരഞ്ഞുകൊണ്ടിരുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഭാര്യയോടൊപ്പം സന്തോഷം പങ്കിടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിക്കുന്നു, എന്താണ് കരയുന്നത്? സൂറത്ത് മറിയമിലെ ആയത്ത് നീ കേട്ടില്ലേ? എല്ലാവരും ആ നരകത്തിന്റെ അടുത്ത് വരും. എന്നിട്ട് അള്ളാഹു വിചാരിക്കുന്ന രക്ഷപ്പെട്ട ചില ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവുക. അല്ലാത്തവർ നരകത്തിലേക്ക് വീണും. ആ നരകത്തിന്റെ അടുത്തെത്തി സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നവരിൽ ഞാനില്ലാതെ പോകുമോ എന്ന ഭയമാണ് എന്നെ കരയിച്ചത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടാണ് കരയുന്നത്. നോക്കൂ, വിശ്വാസികൾ അത് എല്ലാവരും നിശബ്ദരായി ഭയപ്പാടോടെ പേടിയോടെ നിൽക്കുമ്പോ അവിടെ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം പ്രവാചകന്മാരുടെ ശബ്ദമായിരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദമായിരിക്കും. ആ ശബ്ദം ഒരു പ്രാർത്ഥനയാണ്. തന്റെ ഉമ്മത്തിലെ ഓരോ വിശ്വാസിയും സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ നമ്മേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ആ നിലയ്ക്ക് ഇരുട്ടുള്ള ഭയപ്പാടോടുകൂടി ആളുകൾ നിൽക്കുന്ന ആ സിറാത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന, സിറാത്ത് മുറിച്ചു കടക്കുന്ന അമല് കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നവർ സിറാത്ത് മുറിച്ചു കടക്കുന്ന അവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർക്കാണ് ആ കാലുകൾ മഹല്ലത്തുൽ മസല്ല എന്ന പ്രവാചകൻ വിശദീകരിച്ച കാലുകൾ വഴുതിപ്പോകുന്ന സിറാത്തിൽ
കാലുറച്ചു നിൽക്കുന്നവർ ആരാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാരാണെന്നറിയോ? മൻ മശാ മഅ അഖീഹി ഫി ഹാജത്തിൻ ഹത്താ അസ്ബതഹാ ലഹു. തന്റെ ഒരു സഹോദരൻ പ്രയാസപ്പെടുകയാണ്, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി. അയാളുടെ കൂടെ നിന്നാൽ, അയാളുടെ പ്രയാസം തീർക്കാൻ കൂടെ നിന്നുകൊടുത്താൽ, ആ മനുഷ്യന്റെ കാൽപാദങ്ങളെ അല്ലാഹു അസ്സ വജല്ല ഖദമഹു അല സിറാത്ത്, സിറാത്തിൽ അല്ലാഹു അയാളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ദരിദ്രനെ സഹായിക്കുന്നവൻ, മിസ്കീനിനെ സഹായിക്കുന്നവൻ, അനാഥകളെ പരിഗണിക്കുന്നവൻ, അധസ്ഥിത വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നവൻ, അവന്റെ കാൽപാദങ്ങളെ അല്ലാഹു പരലോകത്ത് ഉറപ്പിച്ചു നിർത്തും. പിന്നെ പറഞ്ഞതാരാ? വമൻ മശാ മഅ മദ്ലൂമിൻ ഹത്താ യുസബ്ബിതു ലഹു ഹഖഹു. നാളെ പരലോകത്ത് സിറാത്തിൽ കാലുറപ്പിച്ചു കൊടുക്കും അല്ലാഹു. ആരുടെ? ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിന്നാൽ, പീഡിതന്റെ കൂടെ നിന്നാൽ, അക്രമിയുടെ കൂടെ നിന്നാലല്ല. ആരാണോ പീഡിപ്പിക്കപ്പെട്ടത്, ആരാണോ ആക്രമിക്കപ്പെട്ടത്, അവന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അക്രമിയുടെ കൂടെയല്ല. വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ദുരാരോപണങ്ങൾ കൊണ്ട്, ആയുധം കൊണ്ട്, മർദ്ദനം കൊണ്ട് ഒരു മനുഷ്യനെ ഒരാൾ പീഡിപ്പിച്ചാൽ, ആക്രമിച്ചാൽ, വിശ്വാസിയുടെ സ്ഥാനം എവിടെ എന്നത് വ്യക്തമാണ്. അയാൾ മർദ്ദിതന്റെ കൂടെയായിരിക്കും, അയാൾ മദ്ലൂമിന്റെ കൂടെയായിരിക്കും. അങ്ങനെയുള്ളവരുടെ കാൽപാദങ്ങളെ അല്ലാഹു പരലോകത്ത് സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. മൂന്നാമത്തെ വിഭാഗം പ്രവാചകൻ പറഞ്ഞത് അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയ്യിൻ, ബൈതു കുല്ലി തഖിയ്യിൻ. എല്ലാ ഭക്തന്മാരുടെയും വീടാണ് പള്ളി എന്ന് പ്രവാചകൻ പറയാണ്. ആരാണോ തന്റെ ഭവനമായി അള്ളാഹുവിന്റെ ഭവനത്തെ സ്വീകരിച്ചത്, പള്ളിയോട് നിരന്തരം ബന്ധം പുലർത്തുന്നത്, പള്ളിയോട് ഇഷ്ടം കാണിക്കുന്നത്, അള്ളാഹു അവന്റെ ചില കാര്യങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഒന്ന് ബിർറൗഹി വറഹ്മ, അള്ളാഹിന്റെ കാരുണ്യം അള്ളാഹുവിന് ഉറപ്പ് കൊടുക്കുന്നു. വൽ ജവാസു അല സിറാത്തി ഇലാ റിദ്വാനില്ലാഹി ഇലൽ ജന്ന, സിറാത്ത് മുറിച്ചു കടന്ന് അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തുമെന്ന കാര്യം അള്ളാഹു അവന്റെ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. ആരുടെ? പള്ളിയുമായി നിരന്തര ബന്ധം പുലർത്തുന്ന ആളുടെ. നാലാമത്തത് ആർക്കാണ് സിറാത്ത് മുറിച്ചു കടക്കാൻ സാധിക്കുക? കുടുംബ ബന്ധം ചേർക്കുന്നവനും അമാനത്തിൽ വഞ്ചന കാണിക്കാത്തവനും. അല്ലെ? വിശ്വസിച്ചേൽപ്പിക്കും, സമ്പത്ത് വിശ്വസിച്ചേൽപ്പിക്കും, ഭൂമി വിശ്വസിച്ചേൽപ്പിക്കും, എന്റെ തൊടിയിട്ട് നോക്കാട്ടോ എന്ന് പറയും. എന്നിട്ട് അതിലുള്ള എല്ലാം സ്വന്തത്തെ പോലെ കവർന്നെടുത്ത് അനുവാദമില്ലാതെ എടുക്കും. അല്ലെ? ജീവിതത്തിലെ സ്വകാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കും. എന്താ? സ്വകാര്യങ്ങൾ ഒരു അമാനത്താണ്, അതിങ്ങനെ പലരോടും പറഞ്ഞു നടക്കും. പള്ളിയുടെ അമാനത്തുകൾ ഏറ്റെടുക്കും, അത് നേരെ ചൊവ്വേ നിർവഹിക്കൂല. പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങളുടെ അധികാരങ്ങൾ ഏറ്റെടുക്കും. അതൊക്കെ അമാനത്തുകളാണ്. അമാനത്തുകളിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ പ്രവാചകൻ എന്താ പറഞ്ഞറിയോ? തുർസലുൽ അമാനത്തു വറഹിമു അലാ ജംബതൈ സിറാത്തി യമീനം വശിമാല. സിറാത്തിന്റെ വലതുഭാഗത്ത് വിശ്വസ്തതയാണ്, അമാനത്താണ്. സിറാത്തിന്റെ ഇടതുഭാഗത്ത് കുടുംബ ബന്ധമാണ്. ആ അമാനത്തിൽ വഞ്ചന കാണിക്കുന്നവൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സിറാത്ത് മുറിച്ചു കടക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കണം. ഒരു വാശിയുടെ പുറത്ത്, ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നമ്മുടെ ഒരു ബന്ധം ഒരു വാക്കുകൊണ്ട്, ഒരു സംസാരം കൊണ്ട്, ഒരു വഴക്കുകൊണ്ട് മുറിഞ്ഞു പോവുകയാണെങ്കിൽ അത് യോജിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എത്ര വലിയ അനീതി നേരിടുന്നു എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ സഹോദരനോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ രക്തബന്ധത്തിലുള്ള നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് നമുക്ക് എവിടെയെങ്കിലും ഒരു അകൽച്ചയുണ്ടെങ്കിൽ അത് വേഗത്തിൽ ശരിപ്പെടുത്തണം. എന്തിനു വേണ്ടി? ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, നാളെ പരലോകത്ത് സിറാത്ത് മുറിച്ചു കടക്കാൻ അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട സമ്പത്ത്, നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, നമ്മെ വിശ്വസിച്ച് നമ്മോട് പങ്കുവെച്ച സ്വകാര്യങ്ങൾ, അത് വിശ്വസ്തതയാണ്. അതിൽ നമ്മൾ വഞ്ചന കാണിക്കരുത്, അതിൽ നമ്മൾ ചതി കാണിക്കരുത്. പരലോകത്ത് മഹ്ശറിൽ അത്തരം ആളുകൾ വരുമ്പോ തന്നെ അയാളുടെ പിന്നിൽ ഒരു കൊടിയുണ്ടാകുമെന്നാണ്. അയാൾ കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയാണെങ്കിൽ അതിനനുസരിച്ച് ചതിയനാണ് ഇയാളെന്ന് തെളിയിക്കുന്ന ഉയർന്ന കൊടി അയാളുടെ പിന്നിൽ അല്ലാഹു നാട്ടിവെക്കുമെന്നാണ്. സിറാത്ത് അയാൾക്ക് മുറിച്ചു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തുകയും അമാനത്തുകൾ നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സിറാത്ത് മുറിച്ചു കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു ഗൈബിയായ വിഷയമാണ്, നമ്മൾ കണ്ടിട്ടില്ല സിറാത്ത്.
നമ്മൾ കണ്ടിട്ടില്ല മീസാൻ, നമ്മൾ കണ്ടിട്ടില്ല സ്വർഗം, നമ്മൾ കണ്ടിട്ടില്ല കൻതൊറ. സിറാത്ത് മുറിച്ചു കിടന്ന എല്ലാവരും നേരെ കൻതൊറയിലാണ്, അവിടുന്ന് പിന്നീട് സ്വർഗത്തിലേക്ക് പോകും. പക്ഷേ ശരിയായ പ്രമാണങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. അത് പൂർണ്ണ മനസ്സോടെ ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ലാബുകളിൽ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഹദീസുകളെ സ്വീകരിക്കേണ്ടതുള്ളൂ, ആയത്തുകളെ സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് പുതിയ ചില ചിന്താഗതികൾ, മതത്തിനകത്ത പുരോഗമനം പറഞ്ഞ ആളുകൾ രംഗത്ത് വരുമ്പോ അത് വിശ്വാസമല്ല, അത് അനുഭവമാണ്, അത് അറിവാണ്. ഒരു സംഗതി, ഈച്ചയുടെ ഹദീസ്, ഈച്ച അതിന്റെ ഒരു ചിറകിൽ വിഷവും മറു ചിറകിൽ മരുന്നുമുണ്ട്. ഈച്ച വെള്ളത്തിൽ വീഴാങ്ങൾ അത് കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കിയെടുത്ത് പുറത്ത് കളഞ്ഞ് നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാം. 1400 കൊല്ലം പ്രവാചകൻ പറഞ്ഞതാണ്. ഏറെക്കാലം ആ ഹദീസോടെ വിമർശിക്കപ്പെട്ടു. ഇവിടെ കുപ്രസിദ്ധനായ ചേകനൂർ മൗലവിക്ക് കടന്നുപോയി. അയാൾ പറഞ്ഞിരുന്നത് ഈച്ച ജ്യൂസ് എന്നാ പറഞ്ഞിരുന്നത്, ഹദീസിനെ കളിയാക്കി. നോക്കൂ, അടുത്ത കാലത്ത് അത് സത്യമാണെന്ന് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. അതിന്റെ ഒരു ചിറകിൽ വിഷമുണ്ട്, മറു ചിറകിൽ അതിനുള്ള ശമനവുമുണ്ട്. 2015 നോബേൽ സമ്മാനം രോഗാണു പഠനങ്ങൾക്ക് നൽകിയപ്പോ ഈച്ചയുമായി ബന്ധപ്പെട്ട പഠനത്തിന് കിട്ടി. ലോകത്തെ ഏറ്റവും വലിയ അവാർഡ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് കിട്ടി. അപ്പൊ ഭയങ്കര സംഭവമായിട്ട് ആളുകൾ പറയും പ്രവാചകന്റെ ഹദീസിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, മുഅ്ജിസത്തിനെ കുറിച്ച്. അതല്ല വിശ്വാസിയുടെ വിശ്വാസം. നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. ശാസ്ത്രത്തിന്റെ ലബോറട്ടറികളിൽ പരീക്ഷിക്കപ്പെട്ട് തെളിയിക്കുമ്പോൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. പ്രവാചകനിൽ വന്നതാണെന്ന് സ്ഥിരപ്പെട്ടാൽ, ഖുർആൻ പറഞ്ഞില്ലേ, എന്താ, സമയനാ വ അതാഅനാ, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു. ഇതാണ് വിശ്വാസം. തെളിയിക്കപ്പെടൽ അതിന്റെ വഴിക്ക് നടക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിചിന്തകൾ കൊണ്ട്, പരിമിതമായ ബുദ്ധിചിന്തകൾ കൊണ്ട്, പരിമിതമായ വിജ്ഞാനം കൊണ്ട് തെളിയിക്കപ്പെട്ടാലുമില്ലെങ്കിലും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ് പരലോകത്ത് സിറാത്ത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ്. അത് മുറിച്ചു കടക്കാനുള്ള അമലുകൾ നമ്മൾ സമ്പാദിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സമാഹരണം, കളക്ഷൻ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മളാണ് ഈ പള്ളി കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ 5ഉം 10ഉം മുതൽ വലിയ സംഖ്യകൾ വരെ ഉള്ളതാണ് ഈ സംവിധാനം. അള്ളാഹുവിന്റെ ഈ വീട് ഇവിടെ നിലനിന്നു പോകാൻ സഹായിക്കുന്നത് അത് മനസ്സിലാക്കി എല്ലാവരും കഴിവനുസരിച്ച് ആ വിഷയത്തിൽ നമ്മുടെ സദഖകളിൽ നിന്നുള്ളൊരു വിഹിതം നീക്കിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ പ്രൊഫഷണലുകളായ ആളുകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ സാമൂഹിക, കുടുംബ, തൊഴിൽ പരിസരത്തു നിന്നുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ക്യാമ്പ് നാളെയും മറ്റന്നാളുമായി കണ്ണൂരിൽ നടക്കുന്നുണ്ട്. നാളെ ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളുടെ മനസ്സുകളിലേക്ക് നിരീശ്വര ചിന്തയും നിർമ്മതവാദവും ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇവിടെ നവനാസ്തിക സമൂഹം വലിയ പ്ലാനും പദ്ധതികളും സമ്മേളനങ്ങളാണ് നടത്തുന്നത്. ആ വിഷയത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നാളെ വൈകുന്നേരം 5 മണി മുതൽ നടക്കുന്നത്. മറ്റന്നാൾ രാവിലെ 8:30 മുതൽ ഒരു ഫുൾ ഡേ ക്യാമ്പ് കൊണ്ട് എത്തിപ്പെടാൻ കഴിയാവുന്ന ആ ഫീൽഡിലുള്ള ആളുകളെല്ലാം എത്തിപ്പെടാൻ, പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഓൺലൈനിലൂടെ വീക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ അർഹിച്ച വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് സിറാത്തിനെ സംബന്ധിച്ചാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ
വലിയ ക്രൈസിസിലൂടെ കടന്നുപോയ പല ആളുകൾ ഇവിടെ ഉണ്ടാവും. സാമ്പത്തികമായി, കുടുംബമായി, ആരോഗ്യമായി വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളുകളുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന ഒരു പക്ഷേ അതാണ് ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നായിരിക്കും. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളെ കണ്ട ആളുകളുണ്ടാവും. അടുത്ത ബന്ധങ്ങളിൽ, അടുത്ത സുഹൃത്തുക്കളിലൊക്കെ ആ മനുഷ്യൻ എത്ര വലിയ പ്രയാസമാണ് നേരിടുന്നത്, ആ കുടുംബം എന്തു വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭയങ്കര സഹതാപം നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും. നമ്മൾ വിചാരിക്കും ഒരു മനുഷ്യന് നേരിടാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ ചർച്ചകൾ വയനാട്ടിൽ നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരാളുടെ, ഒരു സഹോദരന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. എന്താണ്, ഉരുൾപൊട്ടലിൽ മണ്ണിലകപ്പെട്ടു പോയ ആളുകളുടെ തിരച്ചിൽ നടത്താത്തതുമായി ബന്ധപ്പെട്ട് അത് ഒരു രാഷ്ട്രീയ ചർച്ചയായിരിക്കാം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ 2 കുട്ടികൾ മണ്ണിനടിയിലാണ്, 100 ദിവസമായി ഉരുൾപൊട്ടൽ നടന്നിട്ട് അവരെ കണ്ടെത്താൻ, തെരഞ്ഞു നോക്കാൻ ഇപ്പോഴും ഒരു പദ്ധതിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, 100 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. 2 പ്രിയപ്പെട്ട മക്കൾ മണ്ണിനടിയിൽപ്പെട്ട് അവസാനമായി ഒരു നോക്കു കാണാൻ കഴിയാത്തൊരു പിതാവിന്റെ വേദന, അല്ലെങ്കിൽ ഒരു മാതാവിന്റെ വേദന എത്രയുണ്ടാവും. 100 ദിവസമായി ഉറങ്ങാൻ കഴിയാത്തൊരു മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധി എത്രയുണ്ടായിരിക്കും. വലിയ പ്രതിസന്ധിയാണ്. ഞാൻ പറയുന്നത് അതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതല്ല, ഒന്ന് ഖബറാണ്, ഒന്ന് ഹിസാബ, ഒന്ന് മീസാന, ഒന്ന് സിറാത്ത്. നമ്മളിവിടെ വിശദീകരിച്ചു സിറാത്ത്. അതുകൊണ്ട് അത് ആണ് ഈ പറഞ്ഞതിനേക്കാളെല്ലാം, നമ്മൾ കണ്ടതിനേക്കാളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി സിറാത്ത്. സഹോദരങ്ങളെ, അത് മറികടക്കാൻ, സിറാത്ത് മുറിച്ചു കടക്കാൻ നമ്മൾ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ഇവിടെയാണ് നടത്തേണ്ടത്. 4 കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. എന്നതുപോലെ പ്രവാചകൻ ആ വിഷയത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരായ മാർഗത്തിലൂടെ തന്റെ കഴിവനുസരിച്ച് അയാൾ സഞ്ചരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ആ സിറാത്തിലും അയാളുടെ യാത്ര വേഗത്തിലായിരിക്കും. അയാളുടെ തകൂനു ഹാലുഹു യൗമൽ ഖിയാമത്തി അല സിറാത്ത്, സിറാത്തും മുസ്തഖീമിലൂടെ നല്ല തൗഹീദ്, ശിർക്കില്ലാത്ത വിശ്വാസം, ആരാധനകളിൽ ശ്രദ്ധിക്കുന്നു, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നന്മകളിൽ വ്യാപൃതനാകുന്നു. ഈ സിറാത്തും മുസ്തഖീമിലൂടെ ആരാണോ ഏറ്റവും ഭംഗിയായി സഞ്ചരിക്കാൻ പരിശ്രമിക്കുന്നത്, ഇതേ അവസ്ഥയായിരിക്കും നാളെ പരലോകത്ത് അയാളുടെ സിറാത്തിലെ സഞ്ചാരം. നന്മ ചെയ്യാൻ ഇവിടെ ധൃതി കാണിക്കുന്നുണ്ടോ, സിറാത്തിൽ അയാളുടെ സഞ്ചാരം വേഗതയിലായിരിക്കും. നല്ല ഖുശൂഅോടുകൂടി നന്നായി നമസ്കാരം നിലനിർത്താൻ കഴിയുന്നുണ്ടോ, ഒരു ഭയവുമില്ലാതെ സുന്ദരമായി സിറാത്ത് മുറിച്ചു കിടക്കാൻ സാധിക്കും. ഇവിടെ പാവങ്ങളെ സഹായിച്ചും സദഖകൾ കൊടുത്തും റബ്ബിന്റെ പള്ളികളും മദ്രസകളും ദീനീ സംവിധാനങ്ങളും നിലനിർത്താൻ വേണ്ടി പണിയെടുത്തും ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ, പരലോകത്ത് അല്ലാഹു അയാൾക്ക് വിശാലമായ വെളിച്ചം, ഇരുൾ മുറ്റിയ സിറാത്തിന്റെ പരിസരത്ത് അല്ലാഹു. ഇവിടെ നമ്മൾ തയ്യാറായാൽ അവിടെ എളുപ്പമാണ്. തകൂനു ഹാലുഹു യൗമൽ ഖിയാമത്തി അല സിറാത്ത്. ഇവിടെ സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ അതേ അവസ്ഥയായിരിക്കും പരലോകത്ത് അയാളുടെ സിറാത്തിലെ സഞ്ചാരമെന്നാണ്. അല്ലാഹു ആ നിലക്ക് ഐഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പാരത്രിക ജീവിതത്തിൽ വിജയം കൈവരിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അവന്റെ വിശാലമായ കാരുണ്യവും പാപമോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ശിർക വൽ മുശ്രികീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.